ഇരുനാഴിപ്പൊന്നും തിരുതാളിപ്പൂവും മലമുത്തപ്പന്റെ മുന്നിൽ പൊൻകണി വെക്കണം. പടകോഴിത്തലയും ചുടുചോരക്കളവും ഗുരുമൂപ്പൻ വന്നു മുന്നിൽ ഇന്നിനി വെക്കണം. മലവാകപ്പൂവേണം, വരമഞ്ഞൾ പൊടി വേണം, മുത്തപ്പന് ഉണ്ടുമുറുക്കാൻ താമ്പൂലം വേണം. ഇരുനാഴിപ്പൊന്നും തിരുതാളിപ്പൂവും മലമുത്തപ്പന്റെ മുന്നിൽ പൊൻകണി വെക്കണം. ഏഴര നാഴിക ഇരുളുമ്പോൾ പടകാളി തുടിയുയരുമ്പോൾ കന്യകമാർ നന്ദുണി കൊട്ടി ചിന്തുകൾ പാടേണം. മലമേലെ ചന്ദ്രനെത്തും, ദേഹത്തൊരു കലികലയെത്തും, അരയിൽ ചുറ്റാനൊരു മുത്തണിയരമണിയും വേണം. തളിർവെറ്റില തണ്ടുകളഞ്ഞ് 11 ദക്ഷിണ വച്ച് മലനായാടിക്കൊരു മന്ത്രം മനസ്സിൽ ചൊല്ലേണം. ഇരുനാഴിപ്പൊന്നും തിരുതാളിപ്പൂവും മലമുത്തപ്പന്റെ മുന്നിൽ പൊൻകണി വെക്കണം. ഏഴകൾ തൻ ദോഷമകന്നാൽ, മോഹങ്ങൾ തീർന്നു കഴിഞ്ഞാൽ, മുത്തപ്പന് കൂവും പൂവൻ കോഴിയെ നൽകേണം. കരിവർണം പൂണ്ടൊരു മേനി, കനലെരിയും പോലൊരു മിഴിയും, കരളിൽ കനിവുള്ളൊരു ദൈവം കാത്തരുളേണം. അണിമാലയിൽ അരളിപ്പൂവും, കയ്യിൽ ഒരു ചൂരൽ വടിയും, കൂവളദളമാലകൾ ചാർത്തി തുണയരുളേണം. ഇരുനാഴിപ്പൊന്നും തിരുതാളിപ്പൂവും മലമുത്തപ്പന്റെ മുന്നിൽ പൊൻകണി വെക്കണം. പടകോഴിത്തലയും ചുടുചോരക്കളവും ഗുരുമൂപ്പൻ വന്നു മുന്നിൽ ഇന്നിനി വെക്കണം. മലവാകപ്പൂവേണം, വരമഞ്ഞൾ പൊടി വേണം, മുത്തപ്പന് ഉണ്ടുമുറുക്കാൻ താമ്പൂലം വേണം. ഇരുനാഴിപ്പൊന്നും തിരുതാളിപ്പൂവും മലമുത്തപ്പന്റെ മുന്നിൽ പൊൻകണി വെക്കണം. ഞരക്കും കിടക്കും കണ്ടിട്ട് കഴിയാറായിന്നാ തോന്നണേ. കാലദാനത്തിന് മുമ്പ് കാര്യം സാധിക്കാവോ? നരയിക്കാതിരുന്നാ മതിയായിരുന്നു. പോപ്പോളെ നന്നായി എടുത്തില്ലേ? എന്നെ പിന്നെ എടുത്താലും കുഴപ്പമില്ല. കോലോത്ത് പെൺപുടവയും മരണവും ഒരാഘോഷാണേ. ഇനി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ ചോദിച്ചാ മതി. അമ്മവാ, ഒന്ന് പോയിക്കാനായിട്ട് മാറി നിന്നതാ. അങ്ങടും മനസ്സിലായില്ലല്ലോ. എവിടെയാ ചാർച്ച? എങ്ങനെ വരും? ടൈംസ് ഓഫ് ഇന്ത്യയിൽ പറയണ്ട, കിരാതന്റെ പേരക്കുട്ടി. വിക്ടോറിയയിൽ ഞാനും കിരാതനും ഒപ്പമായിരുന്നു. പിന്നൊരു ചുവടുമാറ്റം കൽക്കത്തയിലേക്ക്. ആദ്യമൊക്കെ കത്തുകൾ എഴുതായിരുന്നു, പിന്നെ അതും ഇല്ലാണ്ടായി. നഗരത്തിലെ ജീവിതം അറിയാം. പിന്നെ കിരാതന്റെ ഒരു ലേഖനം കണ്ടു. അതൊരു 6 കൊല്ലം മുമ്പായിരുന്നു. ബ്രാഹ്മണ മഠങ്ങൾ വൃദ്ധസദനങ്ങളാകുന്നു എന്ന്. ഇപ്പെല്ലാരും ഡൽഹിയിലും കൽക്കട്ടയിലും അല്ലേ? ബോംബെന്ന് അനന്തേട്ടന്റെ ഒരു വിളി നേരെ ഇങ്ങോട്ട്. ഇവിടെ വന്നപ്പോ ഒരു അത്ഭുത ലോകത്ത് വന്ന പോലെ. ഓരോരോ ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളും. അതൊക്കെ മുള്ള തോന്നല. കാലദാനം എന്താണത്? കാലദാനല്ലേ? വിളമ്പിയ കഞ്ഞിയിൽ പ്ലാവില കൊണ്ടിളക്കി ഉദിച്ച സൂര്യനെയും
ഇളകുന്ന കഞ്ഞിയെയും നോക്കി ലക്ഷണം പറയുന്നതാ കാലദാനം. പിന്നെ നായാടിമാർ? കാലനെ വരുത്താനും പറഞ്ഞു വിടാനും ഇവർക്ക് കഴിയും. ഉന്നത കുലജാതരാണവർ. ജന്മം കൊണ്ട് ബ്രാഹ്മണരായവര്. പിന്നെ ഇവരെക്കുറിച്ചൊരു ഐതിഹ്യമുണ്ട്. സർവജ്ഞാനിയായ ഹിമവാൻ മുതൽ കുമാരി വരെ പടയോട്ടം നടത്തിയ ശങ്കരാചാര്യർ പോലും ഒരു നായാടിക്ക് മുന്നിലാണ് മുട്ടുകുത്തിയത്. മാനവ സമൂഹം ഒന്നാണെന്ന നായാടിയുടെ വാക്കുകൾക്ക് മുന്നിൽ പരാജിതനാകുന്നു ആ മഹാൻ. അവിടെ നിന്നും അദ്വൈതം ജനിച്ചു. ഇവരുടെ പൂർവികർ ഇവിടത്തുകാരല്ല. അതാണ് വലിയ കഥ. ഇവർ മേഴത്തൂർ ദേശക്കാരാണ്. ആരെയും ഉപദ്രവിക്കാൻ അറിയാത്ത പാവം ജനത. ഒരു സുപ്രഭാതത്തിൽ അവരെല്ലാം മാട്ടി ഓടിക്കപ്പെടുന്നു. കിട്ടിയതെല്ലാം പറക്കിയെടുത്ത് മേഴത്തൂർ നിന്നും ഇങ്ങോട്ട്. നാടുവാഴിയുടെ ഭാര്യയെ ഒടിവെച്ചു കൊന്നുവെത്രേ ഇവരിൽ ഒരാൾ. അവനാണ് തൂതപ്പുഴ നീന്തി ഇവിടെ എത്തിയ കാളകെട്ടി ഷൺമുഖൻ. കല്ലടിക്കോട് നിന്ന് ദുർമന്ത്രം പഠിച്ച് അയാൾ ഈ കുന്നിലെ ഗുഹയിൽ ഇപ്പോഴുമുണ്ട്. അവൻ ഒറ്റക്കാളയായി വന്നാണത്രേ നാടുവാഴിയുടെ ഭാര്യയെ ഒടിവെച്ചത്. മുത്തപ്പൻ മൂർത്തിയായ നമോ നമഃ. കരിങ്കാലി വാഴുക, വാഴുക, വാഴുകമ്മേ. ഓം ഫട്ട് സ്വാഹ. ഇഴജാതികളെ പേടിക്കണം. കാക്കൽ നോക്കിക്കോളൂ തമ്പ്രാട്ടി. അടുത്ത ഏതോ ദേശത്ത് അയ്യപ്പൻ വിളക്ക് നടക്കണു, കേട്ടില്ലേ ശങ്കര? വനത്തിലേക്ക് പുലിപ്പാലിന് പോണ അയ്യപ്പന്റെ അവതാര പാടി കേക്കണേ. ആ, അത് കേക്കണത് തന്നെ മനസ്സിനൊരു സുഖമുള്ള കാര്യാണേ. മറന്നു ശങ്കര, മണ്ഡലമാസായത്. നടന്നോളാം തമ്പ്രാട്ടി, നടന്നോളാ. എന്നാ ശങ്കരൻ പോയിക്കോളാ. കോലോത്തേക്ക് വരണമെന്നില്ല, നല്ല നിലാവുണ്ടല്ലോ. കാവ് താണ്ടി പോണ്ടതല്ലേ തമ്പ്രാട്ടി? ദാ ഇത് വെച്ചോളാ. ശങ്കരന് ഇതുവഴി അങ്ങോട്ട് പൊക്കോളാം. ശരി ശങ്കര. ദേവി, ദേവി.
വേണ്ട 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 ഞാൻ അഭയം കൊടുത്തവർ തന്നെ എന്നെ ചതിച്ചു. പഞ്ചഭൂതങ്ങളിൽ അഗ്നിയെ സാക്ഷി നിർത്തി എന്റെ ഉഗ്രശാസനം ഈ മണ്ണ് വിട്ട് പോയിക്കൊള്ളണം.
സ്വപ്നം കണ്ടു നടക്കണതാണേ നൊമ്പരം മാഞ്ഞു പോകണ കാലം. മലദൈവങ്ങളെ, ഉറക്കം കിട്ടിയിട്ട് ദിവസം കുറേയായി. മുത്തപ്പന് കർമ്മം മുടങ്ങാണ്ട ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്താങ്ങനെ ഒക്കെ കയ്യിന്ന് പോണ പോലെ, കാൽച്ചുവെട്ടിന്ന് മണ്ണ് വലിച്ചു പോണതുപോലെ. എൻ്റെ കുട്ടികൾക്ക് കിടക്കാനിടയില്ലാണ്ടാക്കരുത്. നിൽക്കുക. ഓ, ഈ ദേശത്ത് കടക്കാൻ ആരാ അധികാരം തന്നത്? തമ്പ്ര, രക്ഷിക്കണം. തല ചായ്ക്കാനൊരിടല്ലാത്തവരാ ഞങ്ങള്. വള്ളുവനാട്ടിന് ഒരു കൂട്ടം നായാടികൾ വരുന്ന വിവരമറിഞ്ഞു. കരുണുള്ള കോവിലകം തമ്പുരാനെ കുറിച്ച് കേട്ടറിവുണ്ട്. ഉപേക്ഷിക്കില്ല എന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് വന്ന് തമ്പ്ര. എങ്ങൾക്കും മറ്റു കണ്ടില്ല അമ്പ്ര. ഞങ്ങൾ ഉപേക്ഷിക്കരുത്. നിങ്ങളെ സംരക്ഷിച്ചിട്ട് എനിക്കെന്ത് നേട്ടം? നിങ്ങൾ നീചരാണ്. തമ്പ്ര, അത് മാത്രം പറയരുത്. ഞങ്ങൾ നീചരല്ല. നീചപ്രവൃത്തി ഞങ്ങളുടെ കുലത്തിന് പറഞ്ഞതല്ല. പക്ഷേ എന്താണ് പക്ഷേ? അതിനാണ് ഉത്തരമില്ലാത്തത്. ഒന്ന് പേച്ചാ പോരെ തമ്പ്ര കുലം പിടിക്കാൻ? ചെളി തല്ലിയ നീളിയും തീർക്കും. അതാണല്ലോ പാരമ്പര്യം. അത് നീയായിട്ട് നിലനിർത്തി. മുത്തച്ഛൻ പറയണ കേട്ടിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു യാഗം നടന്ന കഥ. ആഢ്യന്മാരായ നിങ്ങള് യാഗസമയത്ത് നായാട്ടിന് പോയ കഥ. അതോടെ തീർന്നില്ലേ നിങ്ങളുടെ പാരമ്പര്യം? ആ, പഴയ കഥയൊക്കെ പോട്ടെ. ഞാൻ അഭയം തരാം. പകരം എനിക്കെന്ത് നേട്ടം? ഞങ്ങൾ ജീവൻ തരാൻ തയ്യാറാ തമ്പ്ര. ഉറപ്പാണോ? മലനായാടി മുത്തപ്പനാണ് സത്യം. മലനായാടി മുത്തപ്പന് നിരക്കാത്തതാണെങ്കിലോ? പറയരുത് തമ്പ്ര. നിന്റെ മുമ്പിൽ 2 വഴികളേ ഉള്ളൂ. ഒന്നുകിൽ അനുസരിക്കുക, അല്ലെങ്കിൽ മടങ്ങി പോവുക. തമ്പ്ര പറയണത് മുഴുവൻ ഞാൻ അനുസരിക്കാം. ഉണ്ടാണ്ടിരിക്കടാ, ജോലിത്തനാ ഒരുത്തൻ. എന്നാ വാ, കോവിലകത്തേക്ക് നടക്ക്. മലനായാടി മുത്തപ്പൻ വാ. എന്ത് ചെയ്യണമെന്നാ തമ്പ്രാൻ പറയണത്? പിഴച്ചവൻ ഉദരത്തിൽ അന്യാധികാരുടെ സന്തതിയാ. ആരും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാൽ തമ്പ്ര, അത് ചെയ്യാൻ പാടില്ല. നീചത്തര. 3 ജീവൻ. മുത്തപ്പൻ പൊറുക്കൂല, നിന്റെ കൊലം പൊറുക്കൂല. അത് ചെയ്യരുത് തമ്പ്ര. നീ മിണ്ടരുത്. നിനക്ക് പോകാം. വാ എൻ്റെ കൂടെ. നാലാൾ അറിഞ്ഞാൽ ഈ കോവിലകത്തിന്റെ മാനം പോവും. ഭ്രഷ്ട് കൽപ്പിക്കും. അതോടെ എല്ലാം മുടിയും. പാടില്ല. ഈ കോവിലകത്തിന്റെ മാനം നിലനിർത്താൻ നീ അത് ചെയ്യണം. നിനക്ക് പണിയറിയാം. പൂജാകർമ്മങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കോ. കർമ്മങ്ങൾ ചെയ്യാനുള്ള ഇടം? കുന്നിറങ്ങി അരുവി കടന്ന് കാട് കയറിയാൽ അവിടെ ഒരു രഹസ്യ ഗുഹയുണ്ട്. അവിടെ എല്ലാം സുരക്ഷിതം.
വിശുദ്ധി. പ്രിയപ്പെട്ട ദേശക്കാരെ, നാളെ നടക്കുന്ന മലനായാടി മുത്തപ്പന്റെ കർമ്മത്തിന് ഊരിൽ നിന്നും പുറപ്പെട്ടു പോയ എല്ലാവരും തിരിച്ചെത്തി കർമ്മത്തിൽ പങ്കെടുക്കേണ്ടതാണെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. പങ്കുകൊള്ളാത്ത ഒരാൾക്കും മേലിൽ ഊരിൽ പ്രവേശനമുണ്ടായിരിക്കുന്നതല്ല. അവരെ സാമുദായിക ആചാരപ്രകാരം പുലകുളിച്ച് പിണ്ഡം വെച്ച് സമുദായത്തിൽ നിന്നും പുറത്താക്കുന്നതായിരിക്കും. അഥവാ ഊരിൽ നിന്നും ആരെങ്കിലും അവരെ കാണുകയോ സമ്പർക്കം പുലർത്തുകയോ ചെയ്താൽ അവർക്കും ഊരിൽ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. എന്തിന്റെ വിളംബരം ഇത്? നിനക്ക് മനസ്സിലായ എന്താണാവോ? മേഴത്തൂർ ദേശത്തേക്ക് അടക്കാത്ത മാസപ്പെരുവവും കൊല്ലപ്പെരുവവും മലനായാടി മുത്തപ്പന്റെ നടയിൽ വെക്കേണ്ടതാണ്. അല്ലാത്തവർക്ക് പിഴ ചുമത്തുന്നതാണ്. നിനക്ക് ആരാടാ മുത്തപ്പന്റെ കർമ്മം നടത്താനും ദേശപ്പിരിവ് പിരിക്കാനും അധികാരം തന്നത്? അറിയാം, ചെണ്ടപ്പുറത്ത് കോല വീഴുമ്പോഴേക്കും മുത്തപ്പായി ഒരുന്ന്. കാലം തോനെയായില്ലേ തിന്നാൻ തുടങ്ങിയിട്ട്. കൊലത്തിന്റെ എന്ത് നേരാ നിനക്കറിയാ, എന്ത് നേറിയാ നിനക്കറിയാ. മേഴത്തൂര് ദേശത്തുനിന്ന് കലവും കെട്ടി തുറന്ന നാടും മണ്ണും വിട്ട് ആറ്റി ഓടിക്കുന്നൊരവസ്ഥ ഉണ്ടായി. നീ ഒറ്റൊരുത്തം കാരണം. കിട്ടിയതെല്ലാം ഭാര്യ കെട്ടി ഓടിയ ഓട്ടം മറക്കില്ല. സ്വദേശായ മേഴത്തൂരിനൊപ്പം നിൽക്കാണ്ട് മറുകണ്ഠം ചാടി പള്ളിപ്പുറത്തിനൊപ്പം കൂടി. വല്യമ്പ്രാന്റെ ഭാര്യനെ ഓടിവെച്ച് കൊന്നതിന്റെ തമ്മാനം മേടിക്കാൻ. ദേശം മുഴുവൻ മുഖം കെട്ടി പൂട്ടിച്ചു. തമ്പ്രാട്ടിയെ കൊന്നത് ഒറ്റക്കാളയാ, ഒറ്റക്കാള. ഇനി ഊരിന്റെ മൂപ്പൻ ഷൺമുഖൻ തന്നെ. എതിർക്കാൻ വരണവരാരായാലും, അത് മുത്തപ്പായി മൂപ്പനായാലും കൊല്ലും. മേലത്തൂരിന് ഇങ്ങോട്ട് വരേണ്ടി വന്നത് കയ്യിലിരിപ്പ്. പാവങ്ങളല്ലേ, അഭയം ചോദിച്ചു വന്നവരെങ്ങനെയാ മടക്കി വിടാന്ന് നിരീക്ഷതും തെറ്റായോ? എന്താ ഗോതേ? ഓ അടിയൻ. നിനക്കെന്താ വേണ്ടത്? ഷൺമുഖനോട്
ഇവിടെ ആര് മൂപ്പനാവണം ആവണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇവിടെയുള്ള നിങ്ങളുടെ കൂട്ടരാ. ആരാവണം മൂപ്പൻ? കോതയോ അതോ ഷൺമുഖനോ? കേട്ടില്ലേ? ഷൺമുഖന് പോകാം. തമ്പ്ര, ഇളയാറ്റിങ്കിൽ പറയന്മാരി ഇന്ന് പണി പഠിച്ചവനാ ഷൺമുഖൻ. പോട്ടെ, കാണാം. ധാരാന്ന് ചോദിച്ചത് കേട്ടിട്ട് ഏതാ ഇത്? നിന്റെ കെട്ടിയോളും മോളും. പിന്നെ ഇതാരാന്നാ ചോദിച്ചത്? അനക്ക് മുണ്ടാട്ടല്ലേ മോളെ? നിനക്കെങ്കിലും പറഞ്ഞൂടെ? അന്റെ കെട്ടിയോളോടും മോളോടും വല്ലതും പറയണ്ട. ഇത് നിന്റെ മകളാണോ അതോ കട്ടുകൊണ്ടുവന്നതോ? നിനക്ക് തണ്ട ഒരു ദേശേ തന്നിട്ടുള്ളൂ, അല്ലാണ്ട് പെണ്ണിനെ തന്നിട്ടില്ല. നിന്റെ പെണ്ണ് ഈ നിക്കണതാ. ഇത് സമുദായം അറിഞ്ഞതാ. നിനക്ക് പോകാം. വന്ന വഴിക്ക് ഈ ദേശം വിട്ടു പൊക്കോളണം. വാ മോളെ. ഏടിക്കാളിയാ പോവാ സ്ഥലല്ല അല്ലേ? ഉണ്ട്, സ്ഥലുണ്ട്. എൻ്റെ അളിയ അടിക്കും പോണ്ട.
നിങ്ങള് എന്റെ കൂടെ വാവങ്ങളെ എന്റെ അളിയനെ ഒറ്റയ്ക്കാക്ക്. കൂട്ടർ തന്തല്ലേ ആങ്ങളല്ലേ വിളിക്കണത്. എന്റെ പെങ്ങള് വാ. കണ്ട മൂപ്പായി ഓര് വരും. ഇവളേ ഷൺമുഖന്റെ പെങ്ങളാ. അളിയനേ ഒരു തെറ്റ് പറ്റിയതോ. അങ്ങനെ തെറ്റ് പറ്റുമ്പോ തിരുത്തണ്ട നമ്മളാ, അല്ലാണ്ട് ഒറ്റയ്ക്കാക്കല്ലോ വേണ്ടേ. അല്ല അളിയാ. മൂപ്പായി ഓർക്ക് ഞാനുണ്ട്. ഓരുടെ കാര്യം ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. പാവങ്ങളെ വാളിയ. അളി എന്താ നോക്കിക്കണ? വാ, നിന്റെ സ്ഥലത്തേക്കല്ലേ പോണ്. വാളിയ. അപ്പോ എന്റെ അളിയനും 2 പെണ്ണ് അല്ലേ? അളിയാ അളിയാ പേടിച്ചു പോയോ? ഇന്ന് മലമുത്തപ്പന്റെ 2ാം ഉത്സവം. ഈ ഉത്സവത്തിന് മുത്തപ്പനിങ്ങെത്തിക്കാൻ ഒരുപാട് കർമ്മങ്ങളില്ലേ? അളിയാ 7:30 കണ്ണുമകലെ വ്രതമൊരുക്കണം. അവിടെ പാട്ട് പാടണം, മലമുത്തപ്പന്റെ പാട്ട്. അപ്പോ കോമരം കേറും. കോമരത്തെ പട്ടുടുപ്പിക്കും, ചിലമ്പണിയിക്കും, വാളെടുക്കും. വഞ്ഞുതുള്ളി മാട്ടുമാരണമെല്ലാം പുലമ്പും. മുത്തപ്പ എന്നോട് കോമരം കൽപ്പിച്ച് എന്താണെന്ന് അളിയനറിയോ? നിനക്കറിയോ പെങ്ങളെ? ഇല്ല, ആർക്കും അറിയില്ല. എന്നാ എനിക്കറിയാം. അളിയനെ കൊല്ലാൻ. നായാടി 4 കാലാട്ടി വിളിച്ച കാലനിറങ്ങി വരും. മുത്തപ്പ മുത്തപ്പ ചെമ്പൻ നായാടിയുടെ ദാരുണ മരണം അവളെ ഒരുപാട് തളർത്തി. അങ്ങനെ കാളകെട്ടി ഷൺമുഖൻ അവളുടെ ഏറ്റവും വലിയ ശത്രുവായി മാറി. ഇതൊക്കെയാണെങ്കിലും ഇന്നാ ഗ്രാമത്തിന്റെ സ്വപ്നമാണവൾ, മീനാക്ഷി.
മീനുവാണ് ഇന്നാ കുടുംബത്തിന്റെ അത്താണി. സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റ് എന്നാ അവളെ നാട്ടാരിപ്പ പറയണേ. രസം പിടിച്ച കഥ. ഇവരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നറിയുമ്പോ ഇവരുടെ ഇടയിലേക്ക് ഇവരിൽ ഒരാളായി ഇറങ്ങിച്ചെല്ലാൻ കൊതി തോന്നുക. തമ്പ്രാളേ, ഏയ് എത്തിയല്ലോ. തമ്പ്രാളേ, നന്നായി വരും, നന്നായി വരും. ഏയ് തമ്പ്രാളേ, നന്നായി വരട്ടെ, നന്നായി വരട്ടെ, നന്നായി വരട്ടെ. ഏയ് തമ്പ്രാളേ, നന്നായി വരട്ടെ, നന്നായി വരട്ടെ, നന്നായി വരട്ടെ. ആ വരാ വരാ. നടക്കുമോളെ. ആ ഇരിക്കയാ ഇരിക്കയാ. ഇരിക്ക്. കോലോത്ത തമ്പ്രാട്ടിയുടെ മോക്ഷത്തിനും നോക്കണ നായാടിക്കോതയുടെ കർമ്മത്തിനും ബലണ്ടാവണം. എന്റെ മലനായാടി മുത്തപ്പ. കൊടുക്കുക കൊടുക്കുക, അങ്ങോട്ട് കൊടുക്കുക. കുട്ടിപ്പോ തങ്ങടാ. ഞാനൊന്ന് എടുത്തോട്ടെ. നാ മുത്തപ്പൻ പറയണത് കോലോത്ത തമ്പ്രാന്റെ മുമ്പെന്ന് കൽപ്പിക്കട്ടെ കോത. ആ 8 നായി പൊട്ടം പൊന്തിയിട്ട് സൂര്യൻ കിളിർക്കും മുമ്പ് ശനിദേവന്റെ ശൂരൊഴിഞ്ഞിട്ട് രാഹും കുളിയനും വിട്ടൊഴിഞ്ഞിട്ട് സ്വർഗത്തിന്റെ വാതില് കിരികിരാ തുറക്കുമ്പോ എന്റെ വല്യമ്പ്രാട്ടി വ്യായവട്ടത്ത് തന്നെ. അപ്പോ മരണാനന്തരം സുഖം എന്ന് സാരം. ചുടലതുള്ളി ചുടലപ്പറമ്പ് താണ്ടി വാളും ജലമ്പും കയ്യിലേന്തി സംഹാരരൂപനായി കല്ലടിക്കോട് വാഴുന്ന എന്റെ മലനായാടി മുത്തപ്പ, കൊടുക്കണേ എന്റെ തമ്പ്രാട്ടിക്ക്. ഇതോടെ തീരോ പാപങ്ങൾ? പാപം തീരാനാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. ഇനി ഇതുകൊണ്ടും തീരുന്നില്ല തോന്നിയ പരിഹാരമുണ്ട്. കണ്ണൂരിലേക്ക് ഒരു ട്രെയിനുണ്ട്. അതവിടെ എത്തുമ്പോൾ രാവിലെ 8 മണി. രാമേശ്വരത്തേക്ക് ടിക്കറ്റ് എടുക്കാം. രാമേശ്വരത്തേക്ക് നേരെ ട്രെയിനില്ല. അതുകൊണ്ട് ഒലവക്കോട് ഇറങ്ങാം. അവിടുന്ന് പളനിയിലേക്ക് സാക്ഷാൽ സുബ്രഹ്മണ്യത്തെ തൊഴാം. നേരെ മധുരയിലേക്ക് വളരെ പ്രശസ്തമാണ് മീനാക്ഷി ക്ഷേത്രം. അത് കഴിഞ്ഞാലാണ് രാമേശ്വരം. അവിടെയാണ് സീത കുളിച്ച കിണർ. വെവ്വേറെമാണ് അതിന്. അതിലങ്ങോട്ട് സ്നാനം ചെയ്യാം. എന്നിട്ട് കടലിലങ്ങ് ഇറങ്ങാം. എല്ലാ പാപങ്ങളും തീർത്തു തരണേന്ന് ജഗദീശനെ മനസ്സിരുത്തി പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് കടലിലങ്ങ് മുങ്ങിക്കുളിക്കുക. ഹൈന്ദവ ആചാരപ്രകാരം പുനർജന്മം അത്രേ, പുനർജന്മം. എന്റെ ഗുരുവായൂരപ്പ കാത്തോളണേ. പൊന്നു, ഇപ്പൊ ആരാ വരണേ? ഇപ്പൊ കുഞ്ഞമ്മാവന്റെ വീട്ടിലെ ആ വലിയ പൂവൻകോഴിയാ. ഒരു കൊല്ലായി ഒരുങ്ങാൻ തുടങ്ങിയിട്ട്. നീ എന്തെങ്കിലും പറഞ്ഞോ പൊന്നു? ഓ, പൂവൻകോഴിന്ന്. ആ
ഇപ്പൊ നല്ല ശകുന. എത്ര നേരമായിട്ട് ഒരുക്കം തുടങ്ങിയിട്ട് ഇതുവരെ കഴിഞ്ഞില്ലേ? 100 ആളെ കണ്ടതല്ലേ? ചന്തം കുറഞ്ഞ ആർക്കാ കുറവ്? ഈ അമ്മയ്ക്ക് തന്നെയല്ലേ? ഇവളുടെ ഒരു കളി ഇപ്പോഴും കുട്ടിയാന്നാ വിചാരം. അമ്മ വല്ലതും പറഞ്ഞായിരുന്നോ? ഓ, നിങ്ങളെ രണ്ടാളെയും കെട്ടിക്കേണ്ട കാര്യം പറഞ്ഞതാ. കുഞ്ഞിട്ട് പെണ്ണ് കെട്ടാൻ നേരില്ലെന്ന് പറഞ്ഞ പോലെ എന്റെ കാര്യം. അപ്പോഴാ എടിയേ ചന്തമുള്ളൊരു വല്ലവരും വരണ്ടോ നോക്കിയേ. എന്തിനാ ചേച്ചി? അല്ല, കല്യാണം കഴിക്കാനാ. ഇവിടെ ഒടിയനാപുരത്ത് ഒരാളുണ്ടെന്ന് പറയണ കേട്ടു. ഓ, കുറച്ചൊക്കെ എനിക്ക് മനസ്സിലാവണ്ട് ചേച്ചിയെ. എന്ത്? ഈ ഒരുങ്ങിലൊക്കെ ആരെ കാണിക്കാണെന്ന് ശരിക്കും മനസ്സിലാവുണ്ട്. മനസ്സിൽ വെച്ച് നടക്കാണ്ട് അമ്മയോട് കാര്യം പറയാൻ നോക്ക്. ഒരു ചായക്ക് കാശ് താടിയേ. അമ്മേ, ഇന്നത്തെ ഒരു കണി. ഇതൊരു കെണിയാകാതിരിക്കാനാ. ചായക്ക് വേണ്ട, ഒരു ഗ്ലാസ് ചാരായത്തിനെങ്കിലും താടി. ഭാസ്കരേട്ടൻ വഴിന്ന് മാറ്, ഞാൻ പോട്ടെ. ഈ ഇനി അധികം ദൂരമൊന്നും പോവില്ലടി. ഓ, എന്താണാവോ? അവൻ വരുന്നുണ്ട്. ആര്? അന്റെ കാലൻ, കാളക്കെട്ടി ഷൺമുഖൻ. അവനിന്നെത്തും. അയ്യോ, ഭയങ്കര ക്ഷീണം. എങ്ങനെയാ പട്ടച്ചാരല്ലേ കേട്ടിന്? എടാ, ഇത് ശരിക്കും കിട്ടണല്ലേടാ? കിട്ടും. കുട്ടൻ വന്നാലേ ശരിക്കിട്ട് കിട്ടും. അല്ല, ഞാൻ ആലോചിക്കുകയാണ്, ഈ കുട്ടന് വല്ല ഭ്രാന്തുണ്ടോ? നമ്മുടെ ജാതിക്ക് പറഞ്ഞ പണിയാണോ ഇത്? ദേ, ഒരു വല്ലും തോളിട്ട് ആമനെ പിടിക്കാം, ഇല്ലെങ്കിൽ വല്ല നന്നാരോ കുറുന്തോട്ടിയോ പറിക്കാം. ദേ, 10 വരെ പഠിച്ചതാ കുഴപ്പമായത്. ഇല്ലെങ്കിൽ ഏതെങ്കിലും നായാടി ചെയ്യോ ഈ പണി? അല്ല, ഇപ്പൊ നായാടിയാണെന്ന് ആരാ പറഞ്ഞേ? പഴച്ചു പറ്റതല്ലേ? നായാടി കുലത്തിൽ ആരെങ്കിലും ഇവന് പെണ്ണു കൊടുക്കുവോ? അതുകൊണ്ടല്ലോ ഒറ്റയ്ക്ക് കഴിയണ. എന്നാലും കൂട്ടം നല്ലോനാ. കുട്ടേട്ടാ, കുട്ടൻ മാഷേ, ആ ഹോണടിക്കാൻ കൊതിയോ ഒന്നു. എന്ത്? വണ്ടിയുടെ ഹോണേ. കുട്ടൻ മാഷ് എവിടെയാ? കുട്ടൻ സ്കൂളിൽ പോയി. പഠിക്കാനോ അതോ പഠിപ്പിക്കാനോ? ഈശ്വരാ, പഠിക്കുന്നവരുടെ കാര്യേ. ഈ രണ്ടിനുമല്ല, കഴുക്കോല് മാറ്റാനേ. വരുന്നു. ഇന്ന് നേരത്തെ ആണല്ലോ. ഇന്ന് നേരത്തെ മുട്ടിയപ്പോ തന്നെ. പൊന്നപ്പോ, എന്താണാവോ കാര്യം? നീ ഒരു കാര്യം. വേണ്ട, ഒന്നും പറയണ്ട. ആചാര്യ പൊളിക്കണ പേരുടെ കനത്ത കല്ല് ഒറ്റക്ക് കയറ്റി അട്ടി വെക്കാനല്ലേ? എന്റെ മരണ ആചാര്യ പറമ്പിലാവും. നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക് കേട്ടാ. എന്താ ചെയ്തു? ഏതെങ്കിലും ഒരു പണി ഒരാൾക്ക് ചെയ്യാൻ കഴിയൂ. അപ്പൊ പെണ്ണ് കെട്ടിയ സ്ഥിതി എന്താവും? ഒരു നേരം പോലും കാണാൻ പറ്റൂലല്ലോ. പണിക്കൊന്നും പോവാതെ മുഴുവൻ നേരം നിന്നെ കണ്ടോണ്ടിരിക്കാനാ ഈ പെടപാടെല്ലാം പെടണേ. എന്നിട്ടെന്താ നീ ഇങ്ങനെ? ഒരുപാട് ചെയ്യാനുണ്ട്. എല്ലാം ഭയന്നൊളിച്ചോടാൻ ഞാനില്ല കുട്ട. ഒരു നാൾ ഷൺമുഖന്റെ വാൾ എന്റെ തലയിൽ വീഴും. എത്ര നാളാച്ച പിടിച്ചു നിൽക്കുക? ഞാനൊരു പെണ്ണല്ലേ. കൊല്ലാനായി ഷൺമുഖൻ, മരിക്കാതിരിക്കാനായി ഞാനും. മീനു, മനസ്സിലുള്ള ദുഃഖങ്ങള് ഒരാളോട് തുറന്നു പറഞ്ഞ പാതി ഭാരം തീരും. പുറമെ ഒരുപാട് ചിരിക്കുന്നവരുടെ മനസ്സിലും ഒരുപാട് ദുഃഖങ്ങളുണ്ടോ? ഒരു തരം ആയുസ് കുറയ്ക്കുന്ന ചിരി. പച്ചക്കറി 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 പച്ചക്കറിയേ. ഇത് മാത്രം മതിയോ? വേറൊന്നും വേണ്ടേ? 1/2 കിലോ തക്കാളി. തക്കാളി 1/2 കിലോ മതിയോ? അത് മതി. ക്യാരറ്റ് ഇത് 2 പച്ചക്കറി പച്ചക്കറി പച്ചക്കറിയേ. തക്കാളി 10 രൂപയുള്ള അമ്മായി. തക്കാളി കുറച്ചുകൂടെ എടുക്കട്ടെ? ഷൺമുഖനെ നിനക്കറിയില്ല. ചത്താലും തീരില്ല ഷൺമുഖന്റെ പക. എന്റെ ചേച്ചിയുടെ കുടുംബം നശിപ്പിച്ചിട്ട് വേലയാടി മോളെ.
അപ്പൊ ഇന്ന് കച്ചവടത്തിന് പോയില്ലേ? എന്ത് കച്ചവടം എന്റെ ഷൺമുഖേട്ടാ? കുറുന്തോട്ട് ഇല്ലങ്കേട്ടൊക്കെ ആർക്ക് വേണം? ഓൾക്ക് നല്ല കാല വച്ചടി വച്ചടി കേറ്റാ. ആ കാളം കോതയുടെ കാലം കഴിഞ്ഞാ ഈ ഒടിയനാപുരത്തോളം ഞാൻ വെച്ച് ഓർപ്പിക്കില്ല. ഓളം മാത്രല്ല, എന്റെ പെങ്ങളെയും. നാളെ ചാത്തുട്ടി വരുമ്പോ ഓളുടെ നോട്ടം കാണണം. കുട്ടനായിട്ട് എന്തൊക്കെയുണ്ടെന്നാ എല്ലാരും പറയണത്. അല്ലെങ്കിലും ഓളുടെ ആരാ ചത്തത്? പോയതാർക്കാ? എന്റെ ഷൺമുഖേട്ടന്. ഒന്ന് രണ്ടിനെ കൊല്ലണ്ടായിരുന്നു. അവൾക്കേ ആരെയും പേടിയില്ല. ഷൺമുഖേട്ടനെ ആണെങ്കിൽ പുല്ല് വിലയാ. ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ അധ്യയന വർഷത്തിൽ സ്കൂളിൽ നിന്നും അനുവദിച്ചിട്ടുള്ള ഒരു സൈക്കിൾ നിങ്ങൾക്ക് കിട്ടി. ആ സൈക്കിൾ നിങ്ങളെ അഭ്യസിപ്പിക്കാൻ വരുന്നത് നാട്ടിലും മറുനാട്ടിലും സൈക്കിൾ യജ്ഞത്തിൽ പ്രഗത്ഭനായ സൈക്കിൾ മാമു എന്ന ഈ ഞാനാ. ഞാൻ സൈക്കിൾ ചവിട്ട് പഠിപ്പിച്ച ഒരു കുട്ടി പോലും ഉയരങ്ങളിൽ എത്താതിരുന്നിട്ടില്ല. നിങ്ങൾ ഉയരങ്ങളിലെത്തും. ആദ്യം പൊന്നു സൈക്കിൾ വിട്ടു. ചവിട്ടിക്കോളൂ. പേടിക്കണ്ടാന്നേ. അമ്മേ, എന്തുവാ ഈ കുട്ടി കാണിക്കുന്നത്? ധൈര്യമായിട്ട് ചവിട്ടിക്കോളൂ. ഞാനില്ലേ ഇവിടെ. ആ, അങ്ങനെ തന്നെ പോട്ടെ. യോ, ആ പഠിച്ചല്ലോ. ഈശ്വര, വീഴൂല്ലോ. ആശാനെ, നിങ്ങൾ സ്ഥിരം പരിപാടി ഇവിടെ നടക്കില്ല. അതെ, കാളുകെട്ടി ഷൺമുഖന്റെ പെങ്ങളുടെ മോള തടി കേടാവും. ഇതിനേക്കാൾ വലിയ പുള്ളിപ്പുള്ളി രാഘവന്റെ മകളെ ഞാൻ സൈക്കിളിൽ ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ടാ ഇത് ഒന്ന് പോടൂ. ഒരു ഉപദേശി വന്നിരിക്കുന്നു. വരാനുള്ള വഴിയതങ്ങില്ലല്ലോ, അനുഭവിച്ചോ. എന്താ കുട്ടിയത്? എങ്ങനെയാണ് സൈക്കിൾ ഔട്ടാ? കൈ പിടിക്കൂ. ആ കൈ അവിടെ വെക്കൂ. ഈശ്വര, പൊടി വാടി. പ്രിയപ്പെട്ട ഉടിയനാപുരം കുന്നു ദേശക്കാരെ, ഇന്ന് വൈകുന്നേരം തമ്പുരാൻ വിളിച്ചു ചേർത്തിട്ടുള്ള ഉടിയനാപുരത്തെ കോവിലകം കോളേജിന്റെ ചർച്ചയിലേക്ക് ഏവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. യോഗം 5 മണിക്ക് മലമുത്തപ്പന്റെ നടയിൽ വെച്ച് ചേരുന്നതാണ്. അനന്തം വരിക. അവൻ വരുന്നത് ഇപ്പൊ എനിക്ക് പേടിയാ. കുറച്ച് മനസമാധാനം ഉണ്ടായിരുന്നു, അതും ഇപ്പൊ ഇല്ലാണ്ടാവുക. തമ്പുരാൻ ഭയപ്പെടുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല. തമ്പുരാൻ കുട്ടിക്ക് തിരിച്ചറിവിനുള്ള പ്രായമൊക്കെ ആയില്ലേ? കോളേജ് വരുന്നതൊക്കെ നല്ലത് തന്നെയാ. അതുകൊണ്ട് കോലോത്തിന് എന്താ കാര്യം? അവന്റെ വരും തലമുറയ്ക്ക് കഴിയാനുള്ളതൊക്കെ ഈ കോലോത്തില്ലേ? അതിനൊക്കെ പണം എത്ര വേണമെന്നാ കോല നിരീക്കണത്? നമ്മളൊക്കെ ജീവിച്ച കാലല്ലോ വരാനുള്ളത്. അല്ല, നമ്മുടെ ഷൺമുഖൻ ഇപ്പോഴും എതിരായിട്ട് എന്നെ നടക്കുകയല്ലേ? അതുകൊണ്ടൊന്നും തമ്പ്രാൻ വിഷമിക്കണ്ട. കോതയുള്ളത് ആകെ ഒരു സമാധാനം. വീർപ്പുമുട്ടൽ കൊണ്ട് വിളിച്ചു പോയതാ. പോവാ കോതെ. തമ്പ്രാൻ മനസ്സിൽ കരുതിയാ മതി, ഒപ്പം കോതയുണ്ടാവും. ആ, എന്നാ പാട്ടം കിടന്ന് പാടുക. അത് കേട്ട് കുന്നിറങ്ങാനൊരു സുഖ. തെക്ക് തെക്ക് ദേശത്തൊരു ദൈവത്താറുണ്ടേ, തെക്ക് തെക്ക് ദേശത്തൊരു ദൈവത്താറുണ്ട്. തമ്പ്ര, തെക്ക് തെക്ക് ദേശത്തൊരു ദൈവത്താറുണ്ട്, തെക്ക് തെക്ക് ദേശത്തൊരു ദൈവത്താറുണ്ട്, തെക്ക് തെക്ക് ദേശത്തൊരു
ദൈവത്താറുണ്ട്. ആ അനന്തൻകുട്ടിയെ ഒരു മാറ്റില്ലല്ലോ, ഒന്നങ്ങടെ നിറം വെച്ചിട്ടുണ്ടെന്നൊരു തോന്നൽ. നാം ദാമോദരൻ നമ്പൂതിരി ഒരുപാട് പറഞ്ഞിട്ടുണ്ടാവും ഇല്ലേ? അനന്തന്റെ ചെറിയപ്പനാ. ധാരാളം കേട്ടിട്ടുണ്ട്. ആയിക്കോട്ടെ, ശരി. അച്ഛൻ പഴയ 10ാം ക്ലാസ്സാ. മുംബൈയിൽ നിന്നുള്ള തിരിച്ചുവരവ് തന്നെ കോവിലകം ഒരു വൃദ്ധസദനമായി പോകണ്ടെന്ന് കരുതിയ. അപ്പോ വേളി കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് സാരം. അനന്തോ ഇത്? ആ മറന്നു, ഇത് ഹരി, മുംബൈയിലെ എൻ്റെ സുഹൃത്താ. മറ്റു കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഉവ്, കോളേജിൽ ഹരിക്കും താല്പര്യമുണ്ട്. ആഹാ, ദാമോദാ എന്താ നോക്കി നിക്കണേ? ആ പെട്ടിയും തനൊക്കെ എടുത്ത് അധികം വെക്കുക. മനസ്സിലായി മനസ്സിലായി, ഭാരം ചുമക്കുക. കഴുതയല്ലേ കഴുത. പിടിച്ചിരിക്കുന്ന പൊന്നപ്പെട്ട. അങ്ങനെ ഒടിയനാപുരം നായാടി കുന്നിലൊരു കോളേജ് 2 കൊല്ലം കഴിയുമ്പോ എന്താ അവസ്ഥ? നിരയായി ബസ്സുകളും കാറുകളും. അങ്ങനെ ഒടിയനാപുരം ഒരു ഉദയനാപുരം, പിന്നെ പിന്നാലെ കുറെ തരുണിമണികളും, പിന്നെ കുറെ കോളേജ് കുട്ടികളും. ഓ എനിക്ക് വയ്യന്റെ ദൈവമേ. മനസ്സിലായി മനസ്സിലായി. അതിന് ഈ ആരോഗ്യം പോരന്റെ പൊന്നാശാനെ. എന്താ ഈ ആരോഗ്യം? ഇതാ കുട്ടനല്ല പോണെ. കുട്ടാ കുട്ടാ കുട്ടാ, എടാ കുട്ടു, എന്താ കുറെ കുട്ടനെ എവിടെ കൂടെ പല പന്തക്കട്ട പരിചയുടെ പേര് നിൽക്കുക അവിടെ. എടാ ഇങ്ങോട്ട് തിരികട കൂടെ. കുട്ട, നീ നമ്മുടെ കോളേജിന്റെ കാര്യം ഒന്നും അറിയില്ലേ? കോളേജൊക്കെ നല്ലതാ, പക്ഷേ ഈ കുന്നിലെ വീടിന്റെ കാടിന്റെ കാര്യം അറിയാം. അതൊക്കെ ഒന്ന് യോഗത്തിൽ പറയണ്ട കൂട്ടാ. എന്തായാലും എല്ലാവരും പേടിക്കണം ഈ കുന്നില്. കോളേജ് വന്ന ആളുകളുടെ പേടി മാറി. അതൊക്കെ വലിയ കാര്യം തന്നെയാ. അതെ, തമ്പുരാന്റെ നാട്ടുകൂട്ടാന്നേ. നീ ഉണ്ടാവില്ലേ? വിളിച്ചു പറഞ്ഞു പോണത് ഞാനും കേട്ടു. ഹാജിയാരുടെ വീട് വരുന്നു കള്ളുടിക്കാനാ? കാശ് കിട്ടാണ്ട് ദേഹ ആസകല പൊടിയാ. ഒന്ന് കുളിച്ചേച്ച് അങ്ങോട്ട് വരാം, നിങ്ങൾ ചെല്ല്. സമയം ഇനിയും കിടക്കണ്, നമുക്കൊന്ന് വീശാൻ പോയാലോ? അതൊരു നല്ല കാര്യം. ആൺകുട്ടികൾക്ക് ഭയങ്കര ഒരു വേദന. ഞാൻ വല വീശുന്ന കാര്യ പറഞ്ഞ, ഞാൻ കള്ള് വീശുന്ന കാര്യ പറഞ്ഞ. കേറി വരണത് വാതിലടച്ചടി വീടിന്റെ ഊര് തിരിച്ചു നടന്ന് വയ്യാണ്ടായി. കാലത്ത് ഒന്നും കഴിക്കണ്ട. ഞാൻ എന്തിനാ നിങ്ങളെ വിളിപ്പിച്ചതെന്ന് അറിയോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണമുള്ളൊരു കാര്യം പറയാനാ. ഓ, നമ്മുടെ ഈ നാട് അഭിവൃദ്ധിപ്പെടുകയല്ലേ വേണ്ടത്. ഇവിടെ ഒരു കോളേജ് വന്നാൽ ഇവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാനേറെ സൗകര്യങ്ങളുണ്ടാവും, നല്ല റോഡ് വരും, യാത്രാ സൗകര്യങ്ങളും ഉണ്ടാവും. 110 ഏക്കറോളം വരുന്ന ഈ കുന്നും ഇവിടെ വസിക്കുന്നവരും നന്നാവും. ഇവിടെ വെള്ളവും വെളിച്ചവും മറ്റു സൗകര്യങ്ങളും കിട്ടും. ഒരു നല്ല കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ, എന്താ കോതയുടെ അഭിപ്രായം? എന്താ അഭിപ്രായം? ഞങ്ങൾക്ക് തലം തന്നത് തമ്പ്ര, പുര വെച്ച് തന്നതും തമ്പ്ര. മേത്തൂര് നാട്ടിൽ നിന്ന് ഒന്നുമല്ലാതെ വന്ന ഞങ്ങൾക്ക് ഒക്കെ തന്നതും തമ്പ്രാന. അങ്ങനെയുള്ള തമ്പ്രാനോട് കോതെന്താ പറയാ? പഴയ കാലമൊന്നല്ല കോതെ. നിങ്ങളുടെ സഹായവും സഹകരണവും ഉറപ്പും ഒക്കെ ഇതിനാവശ്യ. കുട്ട എന്താ പറയാ? കൂട്ടനും അഭിപ്രായം പറയാം. പറഞ്ഞോ.
കോളേജിന് ഞങ്ങൾ എതിരല്ല. കോളേജ് വരുമ്പോ ഇവിടുത്തെ താമസക്കാരുടെ അവസ്ഥ എന്താവും? ഇനിയൊരു പലായനത്തിന് വേറെ ഇടവില്ല. അതുകൊണ്ട് തമ്പുരാൻ ഞങ്ങൾക്കൊരു ഉറപ്പ് തരണം. ഈ കോളേജ് കൊണ്ട് നിലവിൽ ഇവിടെ താമസിക്കുന്ന ഒരു കുടുംബത്തിനും കുടിയൊഴിഞ്ഞു പോകേണ്ടി വരില്ല എന്ന്. മാത്രമല്ല, ഒടിയനാപുരം നായാടിക്കുന്നിലെ കുട്ടികൾക്ക് കോളേജിൽ സൗജന്യമായി വിദ്യാഭ്യാസം കൊടുക്കണം. എടാ ഇതൊക്കെ പറയുന്നത് ഞാൻ വിചാരിച്ചു. അത് മാത്രമല്ല, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായ ഈ കാട് അരുവികൾ നശിപ്പിക്കില്ലെന്ന് തമ്പുരാൻ ഞങ്ങൾക്ക് ഉറപ്പ് തരണം. അത് വേണം. എന്താ സംശയം? ഒന്നുമില്ലാതെ അഭയം തേടി വന്ന നിങ്ങളെ പുനരധിവസിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ ഇന്ന് അവകാശപ്പെട്ടത് തരാനും എനിക്ക് കഴിയും. തമ്പുരാന്റെ വാക്ക് സത്യസന്ധമാണെങ്കിൽ ഞങ്ങളെ തമ്പുരാന് വിശ്വസിക്കാം. അതല്ല, ഇതെല്ലാം വെറും വാക്കാണെങ്കിൽ തമ്പുരാന്റെ സ്വപ്നം നടക്കില്ല. സംശയിക്കണ്ട, എന്റെ മകൻ തന്നെയാ കോളേജ് തുടങ്ങണത്. നടക്കില്ല തമ്പുരാനെ, നടക്കില്ല തമ്പുരാനെ, നടക്കില്ല. ഒടിയനാപുരത്ത് ഒരു കോളേജ് വേണ്ട. ഒരുപാട് തമ്പുരാന്മാർ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, നടക്കാത്ത കാര്യങ്ങൾ. മൂപ്പായോട് കൂടിയാ പറയണേ. ഈ അടുത്ത കാര്യങ്ങള് നിങ്ങൾ മാത്രം വിചാരിച്ചാൽ നടക്കില്ല. തമ്പുരാനെ, മലനായടി മുത്തപ്പനും നാഗദൈവങ്ങളും വസിക്കണമെന്ന വിളിച്ച വെളിപ്പുറത്തുണ്ട്. ഷൺമുഖ വേണ്ട. കോളേജ് പണിയാൻ ഒടിയനാപുരം കൊണ്ട് കയറിയ ഒരുത്തനും ജീവനോടെ തിരിച്ചു പോകില്ല. ശാന്തി കിട്ടാത്ത ഒരുപാട് പ്രേതങ്ങൾ ഈ കുന്നിലുണ്ട്. ഓർക്കൊരു കൂട്ടാവണം. കുന്നില് കോളേജ് വന്നാ ഓന്റെ കാര്യങ്ങൾ നടക്കില്ല. ഒരു ദിവസം ചോലയും കിടന്ന് ദുർമന്ത്രവാദം നടക്കുന്ന ആ രഹസ്യ ഗുഹ ഞാൻ കണ്ടെത്തും. അതോടെ എല്ലാം തീരണം. അത് ഞാൻ തകർക്കും. മലനായടി മുത്തപ്പനാണ് സത്യം. ഇതാണ് ഒടിയനാപുരം. നിഗൂഢതകൾ മാത്രം നിറഞ്ഞ, അന്ധവിശ്വാസം കൈമുതലായുള്ള, അക്ഷരാഭ്യാസം തീരെയില്ലാത്തൊരു ജനത താമസിക്കുന്ന നായാടിക്കുന്ന്. അതും ദൈവത്തിന്റെ ഈ സ്വന്തം നാട്ടിൽ. അപ്പോ പണി എളുപ്പമായി ഇല്ലേ? അല്ല, ഒരിക്കലും എളുപ്പമല്ല. ചെറിയപ്പനൊന്ന് പിടിപ്പിക്ക. ഇല്ല, കുറെ കാലായി സേവണ്ടായിട്ട്. നിങ്ങൾ കഴിക്കുക, ഞാൻ പോയേക്കാം. ഓ, സേവ തുടങ്ങി അല്ലേ? നായയുടെ പാല് ഓടക്കുഴലിലിട്ടാലും നേരെയാവില്ല എന്നറിയാം. തെക്കേ തൊടിയുടെ വടക്കേ തലക്കല് ഒരു കൂട്ടം പെൺകുട്ടികളും പകിടാകാളിക്കാരും. പകിടാകാളി കഴിഞ്ഞു മടക്കത്തിന് പോരുമ്പോ ഞാൻ കണ്ട പൂവരുകിനെ തല്ലല്ലേ കൊല്ലല്ലേ. തെക്കേ തൊടിയുടെ വടക്കേ തലക്കല് ഒരു കൂട്ടം പെൺകുട്ടികളും പകിടാകാളിക്കാരും. പകിടാകാളി കഴിഞ്ഞു മടക്കത്തിന് പോരുമ്പോ ഞാൻ കണ്ട പൂവരുകിനെ തല്ലല്ലേ കൊല്ലല്ലേ. പെട്ടെന്ന് പിഴിഞ്ഞെടുത്ത് കുളിക്ക് പൊന്നു. കഴിഞ്ഞു ചേച്ചി, കോളേജ് ഇവിടെ കുന്നിൽ വന്ന പൈപ്പുവെള്ളം വെളിച്ചൊക്കെ വരുന്ന എമ്പ്രാള് പറഞ്ഞേ. അതത്ര പെട്ടെന്നൊന്നും വരില്ല ചേച്ചി. എന്തായാലും വരും. എന്നാ പിന്നെ പൈപ്പ് വന്നിട്ട് കുളിച്ചാ പോരായിരുന്നോ? പോത്തു ജാനോ, ഞാൻ കുളിക്കാതിരിക്കാ പൊന്നുനെന്താ? അല്ല, ഇപ്പൊ എന്നും കുളിക്കുന്ന ഒരാള്. മോളെ, അവിടെ എന്തൊരനക്കം? എവിടെ? ആ പൊന്തക്കാട്ടില്. ഇതാ ചെറ്റ പൊന്നപ്പനാവും. ഇന്നാളെ കിട്ടിയത് പോരോന്. ഇയാളെ കൊണ്ട് പെണ്ണുങ്ങൾ തോറ്റ്.
അല്ല തനിക്കെന്താ ഇവിടെ പണി? അതെ ഇല്ലം കിട്ടിയില്ല, ഇല്ലം കിട്ടി അത് തരിക. എന്തില്ലം കെട്ടി തെരഞ്ഞാലും കുട്ടൻ ഇന്നിങ് വരട്ടെ. ഇന്നത്തോടെ നിന്റെ ആലയിലെ പണി ഞാൻ കാണിച്ചു തരാം. ആളെ പണി പോയി നമുക്ക് പുല്ല, നമ്മൾ കൊല്ലന്റെ പണി ചെയ്യും. അല്ല പിന്നെ 10 കഴിഞ്ഞാ 1-2 കൊല്ലത്തിനുള്ളിൽ കോളേജ് വരും. അതുവരെ അങ്ങാടിയിൽ എവിടെയെങ്കിലും ട്യൂഷൻ പഠിച്ചാ കോളേജിൽ ചേരാം. എന്തായാലും തലമുറ ആവർത്തിക്കാതിരിക്കട്ടെ. വായിക്കടേ. എനിക്കൊരു മൂടില്ല ചേച്ചി. ഓളുടെ ചന്തിക്ക് 2 കൊടുക്കുമോളെ, അപ്പൊ അവൾക്ക് താല്പര്യം വന്നോളൂ. ഒത്തട്ടല്ല ട്യൂഷന് പോയിക്കോളാൻ പറഞ്ഞത്. പഠിച്ചാലും ജീവിക്കാൻ പറ്റാത്ത കാല എന്റെ മോളല്ലേ. ഒന്ന് വായിക്കേ. ഫാദേഴ്സ് ഹെൽപ്പ് ലൈങ് ഇൻ ബെഡ്. സ്വാമീസ് റിയലൈസ്ഡ് വിത്ത് എ ഷെഡർ. ഓക്കെ. ലൈങ് ഇൻ ബെഡ് സ്വാമി റിയലൈസ്ഡ്. നന്നായിട്ട് വായിക്കേ. അറിയാൻ മേലാത്ത ചോദിച്ചാ ചേച്ചി പറഞ്ഞു തരൂലേ. That it was Monday morning. It looked as though only a moment. He hoped that an... ചേച്ചി ഇതെന്താ വായിക്കുക? എർത്ത് കേക്ക്. എർത്ത് കേക്കേ? എന്ത് കേക്കാണത്? ഇറച്ചി കേക്കാവും. അതിനിപ്പോ ഇംഗ്ലീഷ് ഒന്നും പഠിക്കണ്ട. പിന്നെ എർത്ത് കേക്ക് എന്താണെന്ന് മനസ്സിലായോ? അതായത് ഭൂമി കുലുക്കം. ഇതെന്തൊരു ഇംഗ്ലീഷാ? ഇറച്ചി കേക്കെന്ന് പറഞ്ഞ ഭൂമി കുലുക്ക? ഒരു ടീച്ചർ വന്നിരിക്കണ്. ഹെഡേക്ക്. I have a headache. ഹെഡാക്ക് അല്ല, ഹെഡേക്ക്. അതെന്താന്ന് മനസ്സിലായോ? ദാ അത് തന്നെ, തലവേദന. ഞാൻ എന്ത് തലവേനയടി നിനക്കുണ്ടാക്കിയത്? നിന്റെ ഈ ഉണക്ക കച്ചവടം എടി വിൽക്കണത് വണ്ടിയിലുള്ളത് മാത്രം മതി. 14 വയസ്സിലെ 50 വയസ്സുള്ള ഒരുത്തന്റെ കൂടെ ഓടിപ്പോന്ന നിന്റെ ചരിത്രം പറഞ്ഞറിയിക്കണ്ടടി. വന്ന അന്നു മുതൽ തുടങ്ങി നിന്റെ വാഴ്ച. നിർത്തിക്കോ നിന്റെ കളി. കുരുത്തം കെട്ടവള്. ഊരില് കാല് വച്ച അന്നു കൊന്നു അളിയനെ. ആദ്യം വേണ്ടത് വേരാ, അതായത് തന്തേം തള്ളി. അതില്ലാതെ തെണ്ടി തിരിഞ്ഞു വന്ന് ആണുങ്ങളെ വശീകരിക്കണ മൂദേവി. എടി അത് നിന്റെ പണിയടി. വേണ്ട വേണ്ടാന്ന് ഞാൻ വെക്കുമ്പോ എന്തെങ്കിലും പറഞ്ഞ നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. മോളെ ഒന്നും നോക്കാനില്ല എനിക്ക്. ഓടി ചൂലേ. തോറ്റു പോവാ ഞാനാകെ തളരും അമ്മേ. എനിക്ക് വയ്യ അമ്മേ. അല്ല, എന്ന് ഈ പണിപ്പരെ കൂടാൻ പറ്റുമോ? ഒരു കൂര വെച്ച് കെട്ടണ്ടേ? പഞ്ചായത്തിൽ നിന്ന് ഞമ്മക്ക് പൈസ സഹായം ഉണ്ട് ഇത്രേ. ആർക്ക്? ഞാൻ ഏതാ ജാതി? എന്ത് തെളിവ്? അങ്ങനെ 100 കൂട്ടം ചോദ്യങ്ങൾ അവർക്ക്. നായാടി ബാലന്റെ മോനാന്ന് പറഞ്ഞപ്പോ എല്ലാരും കൂട്ടച്ചിരിയായിരുന്നു. എനിക്കൊരു കാർഡും വേണ്ട മുമ്പ്. മോനെ, ഒരു ജാതിയിലും പെടാത്ത ഒരുത്തനായി ഞാൻ ജീവിച്ചോളാം. ഇത്രമാത്രം അനുഭവിക്കാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് മുപ്പ? അന്നേ ചങ്ക ഞെക്കി കൊല്ലായിരുന്നില്ലേ? അന്നെ ഈ കൊലത്തിൽപ്പെട്ട ഒരു കൂട്ടത്തിൽ ചേർക്കണ ഒരു കാലം വരും, അതുറപ്പാ. ഏത് കാലം വന്നാലും പിഴച്ചു പറ്റുമെന്നുള്ള ചീത്തപ്പേര് മാറുമോ മുപ്പ? സമാധാനിക്കും മോനെ. അന്റെ സങ്കടം മലമുത്തപ്പം കാണാണ്ടിരിക്കില്ല, അതുറപ്പാ. എന്താ അനന്താ, ഇത് പ്ലാനിൻ്റെ അല്ല കുഴപ്പം. നമ്മുടെ ഭൂമിയുടെ സ്കെച്ച് 110 ഏക്കർ. അതിൻ്റെ നടുവിലാണ് നായാടി കോളനി. 4 വഴികൾ. ഒന്ന് ഹൈവേയിലേക്കുള്ളത്, ദൂരം 23 കിലോമീറ്റർ. അടുത്തത് അരുവി, അതായത് ഒഴുകുന്ന പുഴ. അതിനു മുകളിലൂടെ ചെറിയൊരു പാലം. അത് കെട്ടിയ ദൂരം കുറയും. ഏറ്റവും ഉചിതമായത് ചെയ്യുക. അതാ ഞാൻ പറഞ്ഞത്. 110 ഏക്കർ കഴിഞ്ഞാൽ പിന്നെ റോട്ടിൽ കോവിലകത്തിന് സ്ഥലമില്ല. റോഡ് വീതി കൂട്ടാൻ ആര് സ്ഥലം വിട്ടുതരും? അതെ, അപ്പം നടക്കാവുന്ന ഒന്നേ ഉള്ളൂ, ഒരു ചെറിയ പാലം. ഇത്ര വേവലാതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല.
SK അടുത്ത ആഴ്ച വരുമല്ലോ. അദ്ദേഹം ആണെങ്കിൽ ഇപ്പോൾ കണ്ണൂരിൽ. താനൊന്ന് വിളിച്ചു പറയേ, പ്ലാനിങ്ങിൽ ചെറിയൊരു മാറ്റം വേണമെന്ന്. ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് നമ്മുടെ പുറകിലുള്ളത്. കമ്പനിയുടെ MD നമ്മുടെ ഒരു ബന്ധു കൂടിയാണ്. മുംബൈ ബിൽഡേഴ്സിനെ വെല്ലാൻ മറ്റാരുണ്ട് കേരളത്തിൽ? അതുകൊണ്ടാണ് എന്താ ഞാൻ പറയുന്നത്, പ്ലാനിങ്ങിൽ ഒരു പരിധി വരെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റേ നടക്കൂ. അയാൾക്കും ഒരു പരിധിയില്ലേ. എന്തായാലും അടുത്ത ആഴ്ച SK വരുമല്ലോ, ബാക്കി സ്ഥലം കൂടി ഞാനൊന്ന് കാണട്ടെ. ഓക്കെ, എന്നാൽ താൻ വിട്ടോ, ഞാനിവിടെ ഉണ്ടാവും. ആരാ? ഞാൻ ഹരികൃഷ്ണൻ. ഇവിടെ എന്താ കാര്യം? ഈ കുന്നും മലയും അരുവിയും മേലെ നീലാകാശവും എന്താ ഒരു ഭംഗി. ഇതൊരു രാത്രിയായിരുന്നെങ്കിൽ. തനിക്ക് എന്താ വേണ്ടത്? ഇതാണോ ചോദ്യം? ഉത്തരവും അതിൽ തന്നെ ഉണ്ടല്ലോ. ഒറ്റയ്ക്കെടുക്കണ്ട, ഞാനിവിടെ സഹായിക്കാം. എന്നാരും സഹായിക്കണ്ട. നിൽക്കണിവിടെ, നിൽക്കാൻ നിൽക്കൂ. വിടടാ എന്നെ, വിട്. ചേച്ചി, ചേച്ചി, നിൽക്കണിവിടെ, ചേച്ചി, നിൽക്കണി. നിൽക്കാനാ പറഞ്ഞു, ഞാൻ ഉപദ്രവിക്കില്ല. നിൽക്കുന്നത് നല്ലത്. നിൽക്കൂ, നിൽക്കാൻ. ചേച്ചി, ചേച്ചി. വേണ്ട, ഇത് സ്ഥലം വേറെയാ, ഒടിയനാപുരം. അറിയില്ലെങ്കിൽ വലിയ തമ്പ്രാനോട് ചോദിച്ചു മനസ്സിലാക്ക്. വാ പൊന്നു. അപ്പോ ആ വരുന്നത് ആ കക്ഷി അല്ലേ? കക്ഷിയല്ല, മീനാക്ഷി. അല്ല, ഇത് എന്തിനുള്ള പുറപ്പാടാ? അവളെ ചുട്ടു തിന്നാൻ. അത്രയ്ക്കൊന്നും വേണ്ട. ചേച്ചി. ക്യൂൻ ഓഫ് ഒടിയനാപുരം. പിയൂണോ ഒടിയനാപുരത്ത്? കഷ്ടം, പ്യൂൺ അല്ലടോ, ഒടിയനാപുരത്തെ രാജകുമാരി. അത് ശരിയാ, രാജകുമാരി തന്നെയാ. കേറി, ഇതെന്റെ നാടാ. ഇവിടെ എത്ര പേരുണ്ടെന്ന് നോക്കട്ടെ നിന്നെ രക്ഷിക്കാൻ. നിങ്ങൾ ദാനം തന്നിടത്താ ജീവിക്കുന്നത് എന്ന് വെച്ച് ഞങ്ങളെ ഭരിക്കാൻ വരരുത്. പല തമ്പ്രാക്കന്മാരെ വീണപ്പോഴും സഹായിച്ചിട്ടുണ്ട് ഷൺമുഖൻ, ചോര കൊടുത്തിട്ടുണ്ട്. പക്ഷേ കൊലത്തെ തൊട്ട് കളിക്കാൻ വന്ന അറിയും തമ്പ്രാനെ. പൊടിയും ചതുരും പിടിച്ച ഒരു വീട്ടിൽ ഒരു രാത്രി വന്ന് കയറിപ്പോയി ഒരാൾ. അതുകൊണ്ട് നിനക്ക് വെളുത്ത നിറം, തമ്പ്രാക്കന്മാരുടെ രൂപം.
ഈ റിസൾട്ട് എത്ര വേഗം അറിയണത്? വോട്ടെണ്ണുന്നതിന് മുമ്പ് തന്നെ. ആദ്യം നമ്മടെ ഹരിക്ക്, പിന്നെ അനന്തന്. ഷൺമുഖനില്ലെങ്കിൽ വെള്ളം കിട്ടാതെ മരിച്ചേനെ. അത് ശരി, ചെറിയപ്പനൊന്നും ആക്കിയതാണല്ലേ? ചെറിയപ്പാ, ആനന്ദൻ മുള്ളിനെ മുള്ളുകൊണ്ട് അടുക്ക, അല്ലാതെ പൊന്നുകൊണ്ടല്ല. ദാ കഴിക്കടോ, താനില്ലെങ്കിൽ നാറുമായിരുന്നു. നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല ഇതൊന്നും, ഓളോടുള്ള അരിശം കൊണ്ടാ. എൻ്റെ അളിയനെ ഞാൻ കൊല്ലേണ്ടി വന്നത് ഓളുകാരനാ. എനിക്ക് ചെയ്ത ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. നീ ഞങ്ങളുടെ കൂടെ നിൽക്ക്, എന്നിട്ടെല്ലാം മറന്ന് ചിരിക്ക്, പൊട്ടിച്ചിരിക്ക്. നിന്റെ ചിരിക്കുന്ന മുഖം എനിക്ക് കാണണം. 10-30 കൊല്ലം ചിരിച്ചു, പിന്നെ ചിരിക്കാൻ തോന്നിയില്ല. അതിന് കാരണക്കാരൻ ഒരു തമ്പുരാൻ. പിന്നീട് ഒരിക്കൽ കൂടി ചിരിച്ചു. അയാൾ ചത്തപ്പോ. അതെനിക്ക് വേണ്ടി ചെയ്തതല്ല, ഒരു പെണ്ണിന് വേണ്ടി. ഷൺമുഖനോട് സഹായം ചോദിച്ചു വന്നൊരു പെണ്ണ്. പൊന്നു, കഴിഞ്ഞതാലോചിച്ച് നീ വിഷമിക്കണ്ട. അവന്മാരോടൊക്കെ ദൈവം ചോദിച്ചോളും. എന്നാലും ചേച്ചി അവിടെ ഇല്ലായിരുന്നെങ്കിൽ. ഉണ്ടല്ലോ, ഇനി എന്ന് ഉണ്ടാവുകയും ചെയ്യും. എന്റെ മോള് പോയി 2 കുടം വെള്ളം കൂടി കൊണ്ടുപോവാ. വെള്ളം നിക്കാറായി. കുട്ടൻ എവിടെയാണാവോ? ഞാൻ അവനൊന്ന് കണ്ടിട്ട് വരാം. അല്ല മാഷേ, ഇന്ന് ഒറ്റയ്ക്കാണല്ലോ. അപ്പൊ എന്നെ കാണാനല്ല അന്നല്ലേ? പൊന്നു ചെറിയ സങ്കടത്തിലാ. ആ, അത് വിട്. ഈ കലങ്ങളൊന്നും അത്രയ്ക്ക് പോരല്ലോ മാഷേ. നീ അതങ്ങാണ്ട് വെച്ചേ, തലക്കൊന്ന് തരുന്ന. കൈ കൈ മാറ്റ. ഇവളുടെ ഒരു കാര്യം, നിന്നെ ഇന്ന് ഓടരുത്. നിക്ക നിക്ക അവിടെ നിക്ക. എടി നിക്ക. എടി അവിടെ നിക്ക. വേണ്ട കുട്ടേട്ടാ, നിക്കാറ. വേണ്ട, വീട് നിന്നെ ഇന്ന് ഞാൻ ചെണ്ടുമല്ലിപ്പൂവാണോ ചെന്താമരമിഴിയാണോ പുഞ്ചിരിച്ചാൽ വാനിലമ്പിളി പൂത്തൊരഴകാണോ കുന്നിൽ വെച്ച വിളക്കാണോ തുളുനാടൻ ചേലാണോ കണ്ടു നിൽക്കാൻ കുന്ന പൂത്തതു പോലൊരഴകാണോ
ചെണ്ടുമല്ലിപ്പൂവാണോ ചെന്താമരമിഴിയാണോ പുഞ്ചിരിച്ചാൽ വാനിലമ്പിളി പൂത്തൊരഴകാണോ നേർത്തരാവിൽ വാനിൽ പൂത്തത് നിന്റെ മുഖമാണോ മൃദുമന്ദഹാസം വിരിയുമ്പോൾ ഋതുദേവതേ ഞാൻ ഉണരില്ലേ പുതുനിലാവിൽ കാലിലണിയും കനകക്കൊലുസൊന്നുലയും സ്വരമാണോ ഒഴുകും സരയു നദി പോലെ തഴുകും സരളമുഖഭാവം തഴുകിയൊഴുകും ചെണ്ടുമല്ലിപ്പൂവാണോ ചെന്താമരമിഴിയാണോ പുഞ്ചിരിച്ചാൽ വാനിലമ്പിളി പൂത്തൊരഴകാണോ കുന്നിൽ വെച്ച വിളക്കാണോ തുളുനാടൻ ചേലാണോ കണ്ടു നിൽക്കാൻ കുന്ന പൂത്തതു പോലൊരഴകാണോ കാലന് കൂട്ടായിരിക്കുന്നോനാ ഓൻ. ഇന്ന് പോണോ മോളെ? അമ്മേ 10,2,500 രൂപ വേണ്ടതാ. കുറച്ചു ദിവസമായി മാർക്കറ്റിൽ പോയിട്ട്. അതുകൊണ്ട് ഇന്നെന്തായാലും പോയേ പറ്റൂ. എന്റെ കല്ലടിക്കോട്ട് മുത്തപ്പ, എന്റെ മോളെ കാത്തോണേ. വേഗം പശ തേച്ച് ഒട്ടിക്കടാ. ഇത് കാട്ട്. ഹലോ, ഈ കോലോത്തേക്കുള്ള വഴി ഏതാ? നേരെ പോയാ മതി. ഓ, ഞങ്ങളൊക്കെ കോലോത്തെ കോളേജിന്റെ ആൾക്കാരാ. ഓ ശരി ശരി. പച്ചക്കറി 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 ആ പച്ചക്കറി പച്ചക്കറി പാവയ്ക്ക വെണ്ടയ്ക്ക തക്കാളി പച്ചക്കറി പച്ചക്കറി. ചെറിയപ്പാ. ഓ, ദാ വന്നു. മനസ്സിലായി. ഇവിടെ ഉണ്ടല്ലോ. വെൽക്കം ടു ഒടിയനാപുരം. വഴിയിൽ തടസ്സങ്ങൾ അല്ലടോ നമ്മുടെ ജീവിതം. അത് തട്ടിമാറ്റല്ലേ നമ്മുടെ ജോലി. അല്ല ബാഗ് അതൊക്കെ അവരെടുത്തോ. ശരി. പിന്നെ എത്ര കാലമായിടോ കണ്ടിട്ട്? ഞാനിവിടെ ഇങ്ങനെ സൂചിച്ച് മതിച്ച് നടക്കുക. അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെ പോകുന്നു. ഓ, താനൊരു ഭാഗ്യവാനാടോ. കൊട്ടാരം പോലുള്ളൊരു വീടും നോക്കിയാ നോക്കത്താത്തത്രയും സ്ഥലവും. താൻ
കിരീടം വെക്കാത്ത ഒരു രാജാവ് തന്നെയാ. പിന്നെ എന്തിനാടോ വീർപ്പ് മുട്ടിക്കുന്ന ഈ ബോംബെ? ആ വീർപ്പുമുട്ടിലൊരു സുഖായസ്കെ വാ. അതെ അതെ, മനസ്സിലായി. നായാടിക്കുന്നില് വാഴും മലമുത്തപ്പോ എനക്കും തായോ നല്ലൊരു കാലം, എനിക്കും തായോ നല്ലൊരു കാലം, എനിക്കും തായോ നല്ലൊരു കാലം, എനിക്കും തായോ നല്ലൊരു കാലം, എനിക്കും. എന്താ തമ്പ്ര ഈ മൈപ്പ് നേരത്ത്? നല്ല നിലാവുള്ള രാത്രി കോതയുടെ പാട്ട് കേട്ടപ്പോ മനസ്സിനൊരു കുളിർമ. നേരെ ഇങ്ങോട്ട് പോന്നു. ഈ കുന്നും മലയും കാടും കാട്ടാറുകളും ഒക്കെ ഇവിടെ നിലനിൽക്കൂ. ഒക്കെ പൊക്കോട്ടെ, എന്നാലും ഞങ്ങളുടെ കുന്നിലൊരു കോളേജ് വരുമല്ലോ. നിന്റെ കൂട്ടർക്കും പഠിക്കാലേ തമ്പ്ര. അപ്പൊ എല്ലാവരും വലിയ സന്തോഷത്തിലല്ലേ? അതെ തമ്പ്ര. 10 കൊല്ലം കഴിഞ്ഞ നിന്റെ കൂട്ടത്തിൽ നിന്ന് 2 എഞ്ചിനീയർമാരുണ്ടാവുമല്ലോ. എത്ര കാലമായിട്ടുള്ള പൂതിയ നടക്കാൻ പോണത്. നിന്റെ കൊലത്തു നിന്നുള്ളവർക്ക് പഠിപ്പുണ്ടാവണം. എല്ലാം ശരിയാവും കോതേ. അത് മതി തമ്പ്ര, അത് മതി. കോളേജ് വന്നാ പേടിയില്ലാതെ ആളുകൾക്ക് കൊന്നു കയറാലോ. ഇന്നും ഞങ്ങളെല്ലാവർക്കും പേടിയത്ര. എല്ലാവരും ഒരുപാട് മാറി. എന്നിട്ട് എൻ്റെ സമുദായത്തെ നീചരാന്ന് പറഞ്ഞ് മാറ്റി നിർത്തുക. എന്ത് നീചത്ര ഞങ്ങൾ കാട്ടിയത്? കാലം മാറിയപ്പോ തൊഴിലും പോയി. ഇപ്പൊ ഞങ്ങൾ ഒറ്റപ്പെട്ടു തമ്പര. ഓ നാട്ടിലെവിടെയാ? ഞാൻ കണ്ണൂരാ. കൃത്യമായിട്ട് പറഞ്ഞാൽ മാങ്ങാട്ട് പറമ്പ്. എന്താ അറിയോ? ഇല്ല. ഇപ്പൊ ബോംബെയിലാ. സാറിന്റെ കുടുംബോ? ഭാര്യയുണ്ട്, മക്കളൊന്നുമില്ല. കുറെ ലേറ്റ് ആയിട്ടായിരുന്നു മാരേജ്. ഒരു 2ാം വിവാഹമായിരുന്നു. എൻ്റെ അല്ല, അവളുടെ. എൻ്റെ ഒരു അകന്ന ബന്ധുവായിരുന്നേ. അല്ല, താൻ ഇവിടെ വിട്ട് മറ്റെവിടെയും പോയിട്ടില്ലേ? ഏറിയ പാലക്കാട് വരെ. താൻ ബോംബെക്കൊക്കെ പാടൂ. ഓ ആയിക്കോട്ടെ. ഈ കോളേജിന്റെ പണിയൊന്ന് കഴിയട്ടെ, തന്നെ ഞാൻ കൊണ്ടുപോകും. പച്ചക്കറി പച്ചക്കറി. ആ വരുന്നത് ഇവിടുത്തെ കാര്യം. കുരുത്തം കെട്ടവളാ. അവള് കാരണം ഷൺമുഖ അളിയനെ കൊന്ന്. ഓഹോ, അപ്പൊ ഇവളാണ് ഷൺമുഖന്റെ ശത്രു അല്ലേ? ഭാസ്കര, നമുക്ക് കുറച്ച് പച്ചക്കറി വാങ്ങിയാൽ. പച്ചക്കറി ആവശ്യമുണ്ട്. എന്താ വേണ്ടേ? ആ വണ്ടിയിലുള്ള മൊത്തം പച്ചക്കറി അങ്ങ് കച്ചവടാക്കും. ഇവൾക്കൊന്ന് കോളടിച്ചല്ല. മീനോ, ഇതിലുള്ളതല്ല എന്താ വില? മുഴുവനോ? ആംബ്രാന 1500 രൂപ. 1500? 1500 പറഞ്ഞേ. അത്രേ ഉള്ളൂ. എല്ലാം മേടിച്ച് വണ്ടിയിലേക്ക് കയറ്റി വെച്ചേക്ക്. ഓ ശരി ശരി. മീനേ, തമ്പ്രാന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചാ ബോംബെന്ന് വന്നതാ. ദൈവം നല്ലോനാ. ഇന്നെന്റെ ആദ്യത്തെ കച്ചവടാ. ഈ കച്ചവടം കലക്കും. നീ പോയി മേടിച്ചാ. തമ്പ്ര,
തുളസി. ദാ, 1500 രൂപ. ഇത് മതിയോ നിനക്ക്? എത്ര വർഷങ്ങൾ പിന്നിട്ടാലും നിന്നെ മറക്കാൻ കഴിയില്ല എനിക്ക്. നോക്ക്, കാര്യങ്ങൾ കൂടുതൽ വഷളാക്കണ്ട. എനിക്കിപ്പോ ഇവിടെ വരാൻ തോന്നിയത് ഒരു നിമിത്തമാണ്. നിന്നെ കണ്ടുമുട്ടിയത്. ഇരു ചെവി അറിയാതെ നിന്നെ ഇപ്പോൾ വേണമെങ്കിൽ എനിക്ക് അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ നിനക്കെന്റെ കൂടെ വരാം. ഇനി വന്നില്ലെങ്കിൽ നിന്നെ ഞാൻ കൊണ്ടുപോകും. തീരുമാനിക്കുക. എന്താ എന്ത് പറ്റി മേനു? അയാൾ എന്നെ കൊല്ലും. ആര്? ഒക്കെ ചതിയന്മാരാ. ഷൺമുഖൻ ചതിയനാ, തമ്പ്രാൻകുട്ടിയും ചതിയനാ, ഇപ്പൊ ബോംബെന്ന് വന്ന അയാളും ചതിയനാ. അയാൾ എന്നെ കൊല്ലും. എല്ലാവരും ചേർന്ന് നമ്മളെ ചതിക്കുക. നീ എന്താന്ന് വെച്ചാ തെളിച്ചു പറഞ്ഞേനു. ഇതെന്റെ ജീവനാ. ഇതുകൊണ്ട് തന്നെ എന്റെ ജീവിതം അവസാനിക്കും. നീ ഇത് സൂക്ഷിക്കണം. ഇവിടെ നിൽക്കാൻ തന്നെ എനിക്ക് പേടിയാവുന്നു. കൊണ്ടുപോവോ അയാൾ? അത്രയ്ക്ക് ഭയങ്കരനാ. ആര്? വർഷങ്ങൾക്ക് മുമ്പ് എല്ലാം നഷ്ടപ്പെട്ട് ഞാനിവിടെ എത്തിയത് എങ്ങനെയാണെന്നറിയോ കുട്ടനെ? ഏറെ സന്തോഷകരമായ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നായാടി വന്നിണ്ട്. ആരവിടെ? ആ, ഇതാര്? ചെമ്പനോ? കേറി വാ. എന്താ ചെമ്പ? വാടോ. വാടോ. ഞാനല്ലേ വിളിക്കുന്നത്. ഇരിക്കേ. വേണ്ട മോനെ. താനിരിക്കടോ. പിന്നെ എന്തൊക്കെയുണ്ട്? ചെമ്പ, ആ പഴയ പാട്ടൊന്ന് പാടിക്കേ, കേക്കട്ടെ. തകതൈതകതൈതാരോ തകതൈതകതാരോ തൈ തകതൈതകതൈതാരോ തകതൈതകതാരോ തൈ കാട്ടാമ്പാൽ നല്ലമ്മയുടെ ചെമ്പന്നായാടി എന്തെല്ലാം മരം മുറിച്ചിട്ട് അമ്പലമേഞ്ഞുഞ്ഞേ തകതൈതകതൈതാരോ തകതൈതകതാരോ തൈ തകതൈതകതൈതാരോ തകതൈതകതാരോ തൈ ചന്ദനം മരം മുറിച്ചിട്ട് അമ്പലമേഞ്ഞുഞ്ഞേ ചന്ദന മരം മുറിച്ചിട്ട് അമ്പലമേഞ്ഞുഞ്ഞേ തകതൈതകതൈതാരോ തകതൈതകതാരോ തൈ തകതൈതകതൈതാരോ തകതൈതകതാരോ തൈ തൈ തൈ. ആ സന്തോഷം അധിക നാൾ നീണ്ടു നിന്നില്ല. അച്ഛന്റെ ആകസ്മികമായ മരണം എന്റെ ജീവിതത്തിന്റെ താളം തെറ്റിച്ചു. അമ്മയുടെ രണ്ടാം വിവാഹത്തിലൂടെയാണ് എന്റെ ജീവിതത്തിലേക്ക് അയാൾ കടന്നു വന്നത്.
മോള് നല്ല സുന്ദരി കുട്ടിയുണ്ട്. എന്തൊക്കെയുണ്ട്? ഒരിക്കലും എനിക്ക് അയാളെ അച്ഛന്റെ സ്ഥാനത്ത് കാണാൻ നല്ല കഴിഞ്ഞില്ല. പഠിപ്പ്. സ്വത്ത് മോഹിച്ചെത്തിയ അയാളുടെ സ്വഭാവം ക്രമേണ മാറി തുടങ്ങി. അയ്യോ, അനുസരണക്കേട് കാണിച്ച കൊന്നു കളയും തള്ളയും മോളയും. ഞാനെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് കരുതിയാവും ചെമ്പൻ നായാടിയുടെ കൂടെ എന്നെ അയച്ചത്. അയാളുടെ ക്രൂരതകൾ സഹിക്കുവയ്യാതെ അമ്മ ജീവൻ ഒടുക്കിയ വിവരം നാളുകൾക്ക് ശേഷമാണ് ഞാൻ അറിഞ്ഞത്. അന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഞാൻ ഈ ലോകത്ത് അനാഥയാണെന്ന് സത്യം. ഇതാണ് കോവിലകം കോളേജിന്റെ മാസ്റ്റർ പ്ലാൻ. നിങ്ങളെന്ത് പറയുന്നു? നിങ്ങൾ തയ്യാറാവണം. അതല്ലേ നമ്മുടെ ലക്ഷ്യവും. തയ്യാറാണെങ്കിൽ നിങ്ങൾ മാത്രമായിരിക്കും ഇതിന്റെ പാർട്ട്ണർ. നമ്മൾ ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന വിധത്തിലായിരിക്കണം നമ്മുടെ എല്ലാ ടെക്നിക്കൽ വിഭാഗത്തിൻ്റെയും സാങ്കേതികവിദ്യയുടെ ഒക്കെ കിടപ്പ് കിടക്കേണ്ടത്. അതിന് നിങ്ങൾ തയ്യാറാണ്. ഇവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ മിടുക്ക് കാണിക്കേണ്ടത്. താൻ കഴിക്കടോ എന്താ? ഇനി കഴിക്കുക. നമ്മളുടെ പ്ലാനിന് അനന്തന്റെ അച്ഛൻ തടസ്സാവോ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. പ്രായം ചെന്നവരുടെ നിലയ്ക്ക് വേണം നിൽക്കാൻ. അല്ല പിന്നെ ആരെതിര് നിന്നാലും എനിക്കൊരു പ്രശ്നമില്ല. അതിന് അച്ഛനായ പോലും. SK പറഞ്ഞാലും നിന്റെ അഭിപ്രായം എന്താ? ഞാനെന്ത് പറയാനാ? അങ്ങനെ പറഞ്ഞോണ്ട് കാര്യമില്ല. നിങ്ങൾ ഇങ്ങനെ പരസ്പരം തർക്കിച്ചു നിന്നുകൊണ്ട് കാര്യമില്ല. കാര്യത്തോട് അടുക്കും തോറും നിങ്ങളുടെ ബുദ്ധിയാണ് ഇവിടെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത്. തൽക്കാലം ഈ നായാടിക്കുന്നിലുള്ള ആരും തന്നെ നമ്മുടെ ഇപ്പോഴത്തെ നീക്കം അല്ല, എന്തെങ്കിലും തടസ്സം വന്നാൽ? അതെ, എന്ത് തടസ്സം വന്നാലും എല്ലാം തുടച്ച് നീക്കണം. കഴിയോ? ഷുവർ. അങ്ങനെ പറയണ എന്താ? ഏക്കറിൽ ഞാൻ ഈ കാണിച്ച ഏരിയയാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഹരി സൂചിപ്പിച്ച പോലെ അതിലൊരു ബ്രിഡ്ജും. അതാവുമ്പോൾ ടൗണുമായി ബന്ധപ്പെടാൻ ഏറെ എളുപ്പമാണ്. എന്നാൽ കുന്നിന്റെ മർമ്മപ്രധാനമായ സ്ഥലത്താണ് പ്രതിഷ്ഠ നിലകൊള്ളുന്നത്. വടക്കേ താഴ്വരയിൽ കോളനി. ഇവ രണ്ടും നമുക്ക് വലിയ തടസ്സങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ എന്റെ ഈ പ്ലാനിൽ ഇവ രണ്ടും ഉണ്ടാകാനേ പാടില്ല. SKയുടെ ഒരു കാഞ്ഞ ബുദ്ധി. അത് പിന്നെ ബുദ്ധി രാക്ഷസനല്ലേ? താൻ കഴിക്കടാനെന്താ? ഈശ്വരാ, ഞാനിത് എവിടെയാ കൊണ്ട് വെച്ചതെന്ന്. ഇതാണല്ലോ.
ഒരു കുടുംബത്തെ രക്ഷിക്കാൻ ഒരാളെ കൊല്ലാം, ഒരു സമൂഹത്തെ രക്ഷിക്കാൻ ഒരു കുടുംബത്തെ കൊല്ലാം എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതയിലൂടെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എൻ്റെ മകനെ ഒന്ന് കൊന്നു തരാമോ? ആ പോക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായി എന്തിനായിരുന്നു. ആ ആധാരം എവിടെ? എന്താ നിന്റെ ഉദ്ദേശം? എന്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, കോളേജ് പണിയുക. അതിന് ഞാനെതിരല്ല, പക്ഷെ എന്റെ വാക്കുകൾക്ക് വില വേണം. ഇന്നേ വരെ പറഞ്ഞത് നടപ്പിലാക്കിയിട്ടേ ഉള്ളൂ. പഴയ നാടുവാഴിത്തമ്പുരാന്റെ കൽപ്പനയാവും. അല്ല, ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവന്റെ വാക്ക്. എങ്ങനെ പിറന്നു നീ എന്റെ സന്തതിയായിട്ട്? എന്റെ പ്ലാനിലുള്ള കോളേജാവും അവിടെ ഉയരുക. ആയിക്കോട്ടെ, അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് പോറലേൽക്കുന്നൊന്നും സംഭവിക്കരുത്. അതിന് ഞാൻ സമ്മതിക്കില്ല. ആ സ്ഥലം അവർക്ക് അവകാശപ്പെട്ടതാണ്. അവർ പോലും അറിയാതെ ഞാനത് അവർക്ക് ദാനം ചെയ്തതാണ്. ഞാനത് അവർക്ക് കൊടുക്കും. മറിച്ചെന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ എന്റെ മരണശേഷം മാത്രം. അത് തന്നെ ആദ്യം നടക്കട്ടെ. നീ എന്താ കാണിക്കുന്നേ? തീരുമാനിച്ചു സാരം. എന്റെ താല്പര്യത്തിന് തടസ്സം നിൽക്കുന്ന ആരായാലും ഞാൻ ഒടിയനാപുരത്തിന്റെ ആധാരം. എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു മൂപ്പിലാൻ പണി പറ്റിക്കുമെന്ന്. നമ്മുടെ പ്ലാനിംഗ് എല്ലാം കൈവിട്ട് പോകുക എസ്കെ. നോ, ദിസ് ഈസ് മൈ ഗെയിം. അല്ല എസ്കെ, അനന്തന്റെ അച്ഛൻ പാടെ നമുക്കെതിരെ തിരിഞ്ഞ സ്ഥിതിക്ക് അവിടെയാണ് നമ്മൾ ബുദ്ധി പ്രയോഗിക്കേണ്ടത്. എന്താണത്? ഷൺമുഖൻ, അവനാണ് നമ്മുടെ തുരുപ്പ് ചീട്ട്. നായാടികളെ കുടിയൊഴിപ്പിക്കാൻ അവന് മാത്രമേ കഴിയൂ. ഷൺമുഖന്. എങ്ങനെ? അവൻ പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങട്ടെ. ഷൺമുഖൻ ഒടിയനായി മാറി തുടങ്ങുമ്പോൾ കോളനിയുടെ അടിത്തറ ഇളകി തുടങ്ങിയിരിക്കണം. അറിയരുത്. അവനിതറിഞ്ഞാൽ പിന്നൊന്നും നടക്കില്ല. പേടിക്കണ്ട, അതെല്ലാം എൻ്റെ ആളുകൾ ചെയ്തോളൂ. അവർ വരട്ടെ. ഒരു രാത്രി കൊണ്ട് എല്ലാം കത്തിച്ചാമ്പലാവും. അവസാനം ഒറ്റക്കാളയുടെ നെറ്റിയിലേക്ക് ഒരൊറ്റ വെടി. അതോടെ എല്ലാം അവസാനിക്കും. നേരം പുലരുമ്പോൾ ഒടിയനാപുരം കോളനി മോട്ടക്കുന്നായി മാറും. അതെ, ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോ എനിക്കെന്താണ് നേട്ടം? എസ്കെ, എന്താ വേണ്ടത്? എന്ത് വേണമെങ്കിലും ചോദിക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ എഗ്രിമെന്റിലൂടെ കാര്യങ്ങൾ നടത്താം. എനിക്ക് വേണ്ടത് ഒരു നിധിയാണ്. വർഷങ്ങളായി തിരഞ്ഞുകൊണ്ടിരുന്ന നിധി. അത് ആ ഒടിയനാപുരം കുന്നിലുണ്ട്. അതെനിക്ക് വേണം. ഒടിയനാപുരത്തോ? യെസ്. മീനു എന്ന് നിങ്ങൾ വിളിക്കുന്ന തുളസി. അവൾ എൻ്റെ ഭാര്യയുടെ ആദ്യ വിവാഹത്തിലുള്ള മകളാണ്. വർഷങ്ങൾക്ക് മുമ്പ് അവൾ ഒരു നായാടിയുടെ കൂടെ നാടുവിട്ടത്. ഇക്കാലം അത്രയും അവൾക്ക് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു ഞാൻ.
പക്ഷേ ഫലമുണ്ടായില്ല. ഇപ്പോഴിതാ അവൾ എൻ്റെ കൺമുമ്പിൽ. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തിന്റെ അവകാശിയാണ് അവൾ. എനിക്ക് അവളെ മതി, അവളെ മാത്രം. ഇവനായിരുന്നു മൂപ്പ. എനിക്കൊരു കാര്യം പറയാണ്ട്. കാര്യം മൂപ്പ, മൂപ്പ. പെങ്ങളെ, പെങ്ങളെ, അമ്മേ, അമ്മേ, പെങ്ങളെ, അമ്മേ, അമ്മാവൻ, അമ്മേ, അമ്മേ. ഈ ബഹളുണ്ടാക്കല്ലേ, ഞാൻ ഒന്നും ചെയ്യാൻ വന്നതല്ല. അല്ല, ഈ ഒന്ന് പറയണ കേക്ക്. ഈ ഒന്നും പറയണ്ട. എന്റെ മൂപ്പ, ഇതുപോലൊരു ദിവസം എന്റെ കെട്ടിയോനെ പലതും പറഞ്ഞ് കൊന്നു കളഞ്ഞത്. പൊക്കോളം പറയവരോട്, ഈ കാലിനോട്. വിശ്വസിക്ക്, ഒരു സത്യം പറയാണ്ട്. ഈ ഒന്നും പറയണ്ട. ചതിയനാ, ഷൺമുഖ, ഈ പുറത്ത് കിടക്ക്. ഞങ്ങൾ ഈ ഉപദ്രവിക്കരുത്. ഈ എന്റെ 2 പിള്ളേർക്കും നീ അമ്മയില്ലാതാക്കരുത്. നായാടി 4 കാലാട്ടി വിളിച്ച കാലനിറങ്ങി വരുന്നല്ലേ. ഇളയാറ്റിക്ക് പോയതും ഒടിവിദ്യ പഠിച്ചതും നിനക്ക് വേണ്ടി മാത്രമായിരുന്നില്ലല്ലോ. പെങ്ങളെ, ചെറുപ്പത്തിലെ നമ്മള് നിലം കീറി ഇല്ലം കെട്ടിയും കുറുന്തൊട്ടിയും പറിക്കുമ്പോഴും ഉരുവിളഞ്ഞ് നടക്കുമ്പോഴും ആകളേതല്ലേ എന്റെ പെങ്ങളെ വിളിച്ചിരുന്നത്. എന്നിട്ടിപ്പോ കുലത്തിലും താണതാണെങ്കിലും സത്യത്തിന് നിരക്കാത്തത് ഈ പല ദൈവങ്ങളുടെ മക്കളെ ചെയ്തിട്ടുണ്ട. ഈ മണ്ണിലൊരുത്തൻ ചെയ്യാൻ പാടില്ലാത്തൊന്ന് ചെയ്തപ്പോഴാ ഷൺമുഖനത് ചെയ്യേണ്ടി വന്നത്. വേണ്ട അമ്പ്ര, വേണ്ട, പാവം അമ്പ്ര, വേണ്ട, എന്റെ അടുത്തേക്ക് വരില്ല അമ്പ്ര. പാവം, എന്നൊന്നും ചെയ്യില്ല. ഇവിടെ വാടി. എന്നൊന്നും ചെയ്യില്ല അമ്പ്ര, പാവം അമ്പ്ര. വീട്, വീട് അമ്പ്ര.
പോയി പിടിക്കണ അവളെ. വാടാ. അങ്ങോട്ട് പൂട്ടടാ. എടാ കുട്ടിശങ്കര, ഉഴുതു മറിപ്പിക്കണ വേഗം. നിന്നോടല്ലേ പറഞ്ഞത് ഉഴുതു മറിപ്പിക്കാൻ? ഒരു വകതിരിവില്ലാത്ത ഒറ്റങ്ങൾ. ആ മുടിങ്കോലുകൊണ്ട് 2 കൊടുക്കാൻ പറയടാ. നടക്കണുണ്ട് വേഗം. സ്വാഹായ പ്രേത പ്രേത പുര പുര വജ്രാംഗിയും വജ്രകങ്കാളിയും ഓം സിന്ദൂരാരണ വിഗ്രഹം ത്രിനയന മാണിക്യമൗലിയും പുരത്താരാനായക ശേഖരാം സ്മിതമുഖിയും മാപീന വക്ഷോരുഹാം പാണിഭ്യാമളി പൂർണ്ണ രത്നചക്ഷകം രക്തോൽപുരം വിപ്രതിയും സൗമ്യാം രത്നഘടസ്ഥ രത്നചരണ ധ്യായേത് പരാമംബികാം. ഈ 14 ലോകവും വാഴുന്ന കല്ലടിക്കോട്ട മുത്തപ്പ മുത്തപ്പ വാഴുക വാഴുക വാഴുക. മുത്തപ്പ എന്റെ വേല് മാറ്റിത്താ മാറ്റിത്താ. നിനക്ക് ഞാൻ കുരുതിക്കിളങ്ങൾ തന്നില്ലേ, നീ പൊന്തം നാട്ടില്ലേ, നിനക്ക് കള്ള് തന്നില്ലേ, മാറ്റിത്താ തരില്ലേ തരില്ലേ. നീയാണ് ഇവർക്ക് ചുക്കാൻ പിടിക്കുന്നതെന്ന് എനിക്കറിയാം. മര്യാദയ്ക്ക് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞോ, ഇല്ലെങ്കിൽ എല്ലാത്തിനും ഇടിച്ച് നിരത്ത് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ചെറിയമ്പ്ര നിങ്ങളുടെ മോഹം നടക്കില്ല. എന്നാ പട്ടിയെ തന്നെ കൊല്ലടാദ്യം.
ഷൺമുഖ 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 ഷമ്മുകേട്ടാ ഷമ്മുകേട്ടാ ഞങ്ങളെ വിട്ട് പോവല്ലേ ഷമ്മുകേട്ടാ? ഷമ്മുകേട്ടൻ പോണ്ട. പോണില്ലടാ, ഷൺമുഖേട്ടൻ പോണില്ല.